ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പോൾ അതൊക്കെ വിട്. നമുക്ക് ഇന്നൊരു പരിപാടിയുണ്ട്, പരിപാടിക്ക് പോകണം. പരിപാടിയല്ല, ഫാമിലി ടൂർ അല്ല, സ്റ്റുഡൻറ് സ്റ്റഡീസ് ടൂർ. ടൂറാൻ പോണ്. ടൂറുണ്ട്. ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ ടൂറാൻ വേണമെങ്കിൽ പോയി വരുന്നതായിരിക്കും ഞങ്ങളുടെ. അപ്പോൾ നമുക്ക് ഇന്നൊരു ട്രിപ്പ് ഉണ്ട്, ആ ട്രിപ്പ് എടുക്കണം. നമുക്ക് എന്തോ ചളിയാണല്ലേ അടിക്കണം. ഓ, നീ ഒരു വേട്ടാളി, അതിനപ്പോൾ ഒരു ചളിയും കൂടി അടിച്ചിട്ട് ഞാൻ എങ്ങനെ സഹിക്കാനാടേ. നീ മണത്ത് ചളിയുടെ മണവും പിടിച്ച. ഓ, ഞാനൊരു പ്രവാചകൻ തന്നെ. അതന്നെ. എടാ എൻ്റെ പാട്ടുണ്ട്, പക്ഷെ ഇപ്പോഴല്ല നമ്മ പാസഞ്ചേഴ്സ് ഗൈസ്. ആ പാട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടൊക്കെ പറഞ്ഞു. എൻ്റെ ഫാനൊക്കെ ഉണ്ടോ ഇതിനുള്ളിൽ, എൻ്റെ കറങ്ങണ ഫാൻ. എവിടെയാടാ? ഞാൻ കണ്ടില്ലല്ലോ. ഇങ്ങനെ ഞാൻ ബാഗിലിട്ടേച്ച്. ഓ, കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടാവേ. അതെ അതെ അതെ. അതാ നിന്റെ ഫാൻസ് ചിലപ്പോ ഉണ്ടാവട്ടാ. ഏവി, പിന്നെ പാലും കുപ്പിയൊക്കെ വാങ്ങിച്ചാടേ. പാലും കുപ്പിയൊക്കെ കളഞ്ഞതാ, ഞാൻ നിർത്തി കളഞ്ഞ്. ഞാൻ ബൂസ്റ്റായി. അയ്യോ, പാലിന് ഞാൻ പൊറക്കൂല അമ്മേ. ഇവിടെ ഞാൻ ബൂസ്റ്റാക്കിയടാ. ക്യാമറ ഉണ്ടല്ലോ, നീ വെറുതെ പുറത്തേക്ക് ആ ചില്ലി കൂടിയാ. ശരിയല്ലേ? പക്ഷെ ബാക്ക് ക്യാമറ ഗൈസ്, അത് ബാക്ക് ക്യാമറ ഉണ്ട്, പക്ഷെ അത്ര ക്വാളിറ്റി ഉള്ളതല്ല ഗൈസ്. നമ്മ വെച്ചേക്കണം, അതാ വേറെ ശോകം. മാറ്റാടാ ഗൈസ്. ഒരു വൈബില്ലാത്ത പിള്ളേരാണല്ലേ ഗൈസ്. ഷേസിയ മൂഞ്ചി വൈബ് ഉണ്ടല്ലോ കുറച്ചുപേർക്ക്. ബിഗ് ഫാൻ, ബിഗ് ഫാൻ. എടാ നിന്നെ വിളിക്കണ്ട ഗൈസ്, എന്റെ ഫാൻ. നിന്റെ ഫാൻ വന്നപ്പോ സന്തോഷേ. ചേട്ടാ അവളാകണ്ട ചേട്ടാ. എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കണ? മാച്ച് ചേട്ടാ നിന്നെ കഴുത്തി കയറി പിടിച്ച് കൊന്നാ. എനിക്ക് സന്തോഷം കൊണ്ടാ കൊണ്ട്. ഓ, ആരെന്താ കണ്ണീരാ? അതെ 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 അതെ. സിയാനേ, നിന്റെ ഫാനൊക്കെ ഉണ്ട്. ഡേ, എന്റെ ഫാനൊന്നും ഇല്ല ഡേ ഇവിടെ. ഒന്ന് പോണ, നിനക്ക് എന്ത് കഴിവള്ള കൊള്ളാ. എന്നാലും ഇവന്മാര് എന്നെ അങ്ങനെ തേച്ച് കളയണ്ടായിരുന്നു. സാരില്ല, നമുക്ക് സെറ്റ് ആക്കാം. എന്ത് ഫാന്? കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഒരു ഫാൻ പിടിപ്പിച്ചേക്കാം. നീ മേടിച്ചെന്നാലും ഇരിക്കോട്ടെ ഫാൻ അവിടെ. ഇരിക്കൂല മാത്സെണ്ണ. ഇല്ലാടെ ഇരിക്കോടാ. മാത്സെണ്ണ പിടിപ്പിച്ചാൽ മതി. മാത്സെണ്ണന്റെ കഴിവല്ലേ. ഇല്ല, നീ പിടിപ്പിച്ചോ. നീ പിടിപ്പിച്ചാലും നല്ലോണം ഇരിക്കോളൂ. അത് നീ പിടിപ്പിച്ചാലും ഇരിക്കോളൂ. മാത്സെണ്ണ പിടിപ്പിക്ക്. നീ പിടിപ്പിക്കടാ. നീ പിടിപ്പിക്കുമ്പോ ഞങ്ങളുടെ പൈസ ഉണ്ട. പൈസ എന്ത്? അത് തന്നെ, ഞങ്ങൾ അമ്പാനി. അതൊക്കെ വിട്. അപ്പൊ നീ പിടിപ്പിച്ചേക്ക്. ഏവിച്ചേട്ടാ, ഏവിച്ചേട്ടാ പാട്ടില്ലേ? എടാ പാട്ടുണ്ട്, നീ മിണ്ടാണ്ടിക്കവിടെ കുറച്ച്. ഓ അണ്ണാ, ഞാൻ പാട്ടിന് വേണ്ടി വെയിറ്റ് ആയിരിക്കും ഇവിടെ. എന്തായിരിക്കും വെയിറ്റാ? അതെ അതെ അതെ. ഓ, മാച്ചേ ഫുൾ സൗണ്ട് വെച്ചോ. ഫുൾ സൗണ്ടാ? ഞാൻ ആ സൗണ്ട് കുറച്ച് നോക്കാം. കൂട്ടിയാലുണ്ട്. മതിയില്ലേ കൂട്ടി? അപ്പൊ സിയാന്റെ ഗാനം ഇപ്പോൾ ആരംഭിക്കും. ഇപ്പൊ ആരംഭിക്കണ്ട, ഞാൻ പറയുമ്പോ ആരംഭിച്ചാൽ മതി. ഇച്ചിരി അമ്മമാര് ബോറടിച്ചിരിക്കട്ടെ. ഗൈസ്, എന്റെ ഗാനം ആരംഭിക്കാൻ പോവുകയാണ്. 3, 2, 1. ഇപ്പോഴല്ല ആരംഭിക്കണം. ഹലോ. എന്ത് പറ്റി? എന്താടാ കൊച്ചു ചോദിച്ച? കൊച്ചെന്ത് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്? എന്താ മോനെ ചോദിച്ച? മാത്സണ്ണ എന്ത് പറ്റി? എടാ, എനിക്ക് കാട്ടി കയറ്റാനുണ്ട്, കൊണ്ടിക്കൊരു ചൊറിച്ചില്. നീ വന്ന് തരോ? ഒന്ന് പോകണ്ട, നീ ചളി അടിക്കാണ്ട്. മാത്സണ്ണ കുറച്ച് ചളി വാരി അവിടെ എത്തിയിട്ടും കാണാം. ലോഡ്. ഗൈസ്, ഞങ്ങൾ പാട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് DJ പാട്ടൊക്കെ ഇട്ടാ ചെക്കന്മാരോട് തുള്ളട്ടെ. അതെ ഗൈസ്, ഇതിൽ നല്ല സബ് ഉണ്ട്. ഞങ്ങൾ പറയണ കേക്കോണ്ടാന്നറിയാൻ മേലെ.
പാട്ട് പാറ്റതാ. ഓക്കെ എന്ത് ശോകം പാട്ടാ. സീനായി പോയത്. അല്ല KGF ഇട്, ഒരു KGF ഇട്. അയ്യോ എന്ത് എടാ KGF ഇടാ. KGF സോങ് അതന്നെ. ഓ വണ്ടി എന്നാ മാനപ്പൊക്കത്ത് KGF സോങ് മലയാളം. അതന്നെ സ്പീക്കറിൽ നിന്നൊക്കെ അല്ലേ ഞാൻ റിമോട്ട് ഇതാണ് TV-യിലാണ്. എടാ ഞാൻ പാട്ട് പാടിയില്ലല്ലോ. നീ പാട്ട് ഇപ്പൊ പാട പോകാൻ. പാട്ടോഫാകളാ പാട്ടോഫാഗ്. ഓക്കെ ഓക്കെ ഓഫാക്കി. ഓക്കെ എല്ലാരെയും ഇവിടെ ഇറക്കി അതെന്തെങ്കിലും നമ്മള് റെഡി ചെയ്യാൻ നീ വണ്ടിക്കകത്തിരിക്കണല്ലേ. ഓക്കെ ഞാൻ പിടിക്കാം. ഓക്കെ നീ പിടിക്കണ്ട, ഞാൻ പിടിച്ചതോ. ഇല്ലേ ക്യാമറ കൊച്ചിന്റെ പുറകെ പോയാലോ. ശരി കൊച്ചല്ലേ അവ നീ പരിപാടിയൊക്കെ തുടങ്ങി. അത് ചേട്ടനുണ്ടാവും. കൊച്ചു കൊച്ചു ചേട്ടനാണ്. കൊച്ചിനെ ഡീ കയറില്ലേ. അച്ഛേ അതെന്ത് പരിപാടി പോയി പറഞ്ഞ. ഇവരെങ്ങാട്ടൊക്കെ നടന്നോണം. ഹലോ മോനല്ലേ മറ്റേ പറഞ്ഞ AVയുടെ ബിഗ് ഫാൻ. കണ്ടോട്ടാ സിയാനെ എന്റെ ബിഗ് ഫാൻ. അണ്ണ ഫ്രണ്ടിൽ നിന്ന് മാറണ്ട, ഞങ്ങൊന്ന് കറങ്ങാൻ പോട്ടെ. ഓ ഞാൻ മാറിത്തരാം, നിങ്ങ പൊക്കോ. എന്ത് ഫാസ്റ്റാണ് ആ ചേച്ചി. ചേച്ചി എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരെ കൊടുക്കാം ചേച്ചിനെ. ചേച്ചി ഞാൻ വന്ന് ചേച്ചിനെ രക്ഷിക്കാൻ. പെണ്ണുങ്ങളെ രക്ഷകനായ ഒരേ ഒരാള് മാത്സ് ഗെയിമിങ്. മാത്സ് ഗെയിമിങ് അല്ല, മാത്സ് കണ്ണൻ. അടുക്കളിക്കാൻ ഇതുകൂടെ എന്താ കാണാനുള്ള വെച്ചാ കാടുണ്ട് കാണാൻ. അയ്യേ ഒരു ഇത് കാണാൻ വന്നേ. ഇവിടെ എന്തോ ഉണ്ടോ. എന്ത് കാടുണ്ടോ. ശരി മലയൊന്നും എനിക്കറിയാൻ പാടില്ല. വാ ലൈറ്റ് ഒക്കെ ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ബസ് എടുത്തോണ്ട് ഇവിടെ കൊണ്ടിട്ടാലോ. വേണ്ട. അയ്യേ അപ്പൊ ഇവിടെ കുറെ നേരം നിക്കണം. ഇവരിപ്പോഴൊന്നും പറയില്ല. കുറച്ചുപേര് അങ്ങോട്ടേക്ക് പോയെന്ന് തോന്നുന്നു. അവരങ്ങോട്ടേക്ക് പോയി നോക്കിയാലോ. നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാ. ഇങ്ങോട്ട് നേരെ പോയി നോക്കിയേ. ബാക്കിലേക്കാ. അതെ ഇങ്ങോട്ടേക്ക്. റോട്ടിലോട്ടാ. റോഡാണോ? റോഡ്. നോക്കി നേരെ ഇനി ബസ്സിന്റെ അടുത്തോട്ട് പോവാം. അവനപ്പോഴേക്കും കറങ്ങിട്ട് വന്നേക്കട്ടെ അല്ലേ. ഡാൻസ് കളിച്ചേ. അത് വേണ്ട, ഞാൻ കളിച്ചാ വേണോ? ഞാൻ ഡാൻസ് കളിക്കണം. ചേച്ചിമാരെ വളക്കണ്ട. നമ്മളെ ബസ്സിൽ അത്യാവശ്യം നല്ല ലൈറ്റ് വർക്ക് ഒക്കെ ഉണ്ട്. ഉള്ളിലാട്ടോ. ഇല്ല ഞാൻ കേറണ. എനിക്കിപ്പോ മൂടില്ല. നോക്ക് ഒന്ന് നോക്ക്. ഓക്കെ ഇങ്ങനെ എന്താ സെറ്റല്ലേ? സീറ്റ് സെറ്റാണ്, ബാക്കിയൊന്നും സെറ്റല്ല. കണ്ട ഗൈസ്, ഇതാണ് നമ്മളെ ഉൾഭാഗം എന്ന് പറയണത്. പൈസ നോക്കുമ്പോ നേരെ ബസ്സിലായിട്ട് ഉള്ളിലായിട്ട് കയറാം. പോയാലോ ചെയ്യാന്? പോകാം. ഓക്കെ അവരൊക്കെ ഗൈസ് കുറേ നേരമായിട്ടുണ്ട് അങ്ങനെ അവരിപ്പോ വന്നിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലെന്നോ. എനിക്കൊന്നും കാണാനായിട്ട് തോന്നുന്നില്ലേ? നിനക്ക് അതെ പൊട്ടൂറ പിള്ളേരെ പൈസ മേടിച്ച് ഇവര് പിള്ളേരെ
1550 രൂപ. ഈ പൊട്ട സാധനം ആ ചേട്ടാ സത്യം പറഞ്ഞാ കൊള്ളൂല തന്നെ. ഏവിച്ചേട്ട ബിഗ് ഫാൻ ആട്ടോ ഞാൻ. ഏവിച്ചേട്ട പാട്ടൊക്കെ പാടി തന്നെ പാട്ടൊക്കെ പാടാ. കൊള്ളാം. എടാ മക്കള് മാത്സിന്റെ ഫാൻ ആരെങ്കിലും ഉണ്ടാടാ? എന്റെ പൊന്നണ്ണ, അണ്ണനെ വല്ല പട്ടി ഉണ്ടാവും. ഊക്കി ഊക്കി കരയിപ്പിക്കുന്ന ആളാണ്. ഇപ്പൊ പാടാല്ലേ? നമുക്ക് റോട്ടിലെത്തിയിട്ട് പാടിയാ പോരെ? നമുക്ക് റോട്ടിൽ എത്തിയിട്ട്. ഓക്കെ, നീ ഇപ്പൊ പാടാ, നീ പഠിക്കോ നിന്റെ ആഗ്രഹം. ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു പുതുപുത്തൻ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാട്ടാണ്. പാട്ട് ഗാനം മാറ്റി പാട്ടാക്കി. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോണേന് എല്ലാവരും ഹെഡ്സെറ്റ് എത്തുക, എന്നിട്ട് ബാത്റൂമിൽ പോവുക. എന്നിട്ട് നിങ്ങൾ ബാത്റൂമിൽ പോകുക. ഓക്കെ യെസ്, നമ്മുടെ ഇത് 3-2 സെക്കൻഡ് തുടങ്ങാൻ പോവാണ്. ഹലോ മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. ഓക്കെ ഗൈസ്, തുടങ്ങാൻ പോകുന്നു. രാരി രാരി രേ രാരി രാരി രേ രാരി രാരി രേ രാരി 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 ദേ ദാദി ദാദി ദേ ദാദി ദാദി ദേ ദാദി ദാദി ദേ ദാദി 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 ദേ. ഒരുത്തി കണ്ണും കട്ടിയ മുള്ളു ചെടി പോലെ ഒരുത്തി കണ്ണാളി പെണ്ണ് കണ്ണ് കൊട്ടിച്ച കടിച്ച് അണ്ണാ നിർത്താൻ പറ്റില്ല. അണ്ണാ കടിച്ച് ഒരടി കൊടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ സിയാൻ 2 അടി കൊടുത്തപ്പോഴേ കിളി വന്നെന്ന് തോന്നുന്നു. എനിക്ക് വെട്ടല് കയറി പിടിച്ചു ഗൈസ്. പൊക്കത്തടന്ന് കയറിട്ടായിരുന്നു ഞങ്ങൾ. അപ്പൊ ഗൈസ്, സിയാനല്ല നമ്മളെ പിക്കപ്പിനെ വിളിച്ചിട്ടുണ്ടായത്. ഗൈസ്, സിയാന്റെ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തു അല്ലേ? ഇനി തൊട്ട് നമുക്ക് കമന്റ് ഓൺ ആയിരിക്കും. സിയാന്റെ വായ ഉളുക്കി പോയതാണ് കുറച്ച് നേരത്തേക്ക്. അതാണ് ഒരിത്തി സ്റ്റോപ്പായി പോയത്. വായ ഉളുക്കി പോയതല്ല, വായ വെട്ടിപ്പിടിച്ചത്. വായ വെട്ടിപ്പോയ? വെട്ടിപ്പോയി, നാവൊക്കെല്ലാം വെട്ടിപ്പോയി. എങ്ങനെ ഇറച്ചിക്കടയിൽ കൊടുക്കായിരുന്നു. 10 പൈസ കിട്ടുമായിരുന്നു. 10 പൈസ അവൻ എത്ര പൈസ രാവിലെ 1 ലക്ഷം വരും. അത് തന്നെ. ഓക്കെ, അപ്പൊ ഗൈസ്, ഇങ്ങനെ നമുക്ക് ഇവരെ കൊണ്ട് തിരിച്ചാക്കണം. എടാ ഉക്കുകോർ അല്ല, മറ്റേ ഏവിച്ചേട്ടന്റെ പാട്ട് ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചോക്ക്. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് പോടാ പുല്ലേ. നിന്റെ പാട്ട് പട്ടിക്ക് പോലും പറ്റൂലടാ വാങ്ങാൻ. മോനെ നീ പോടാ പുല്ലേ. നീ പോടാ പുല്ല് മുളപ്പിക്കാൻ വന്നേക്കണേ. നീ പോടാ അപ്പി മുളപ്പിക്കാൻ വന്നവനെ. ഓ, സിയാന്റെ ഭാഗത്തേക്ക് ഊക്കുകോറാണ്ട് ഇനി തൊട്ട്. അത് തന്നെ. ഈ വീഡിയോ ഇനി ഫുൾ ഊക്കുകോറായി. നീ പോടാ പാലുടിയാ. നീ പോടാ അപ്പിയുടെ കുഴിയാ. അപ്പിയുടെ കുഴിയാ? അല്ല, അപ്പിയുടെ കുടിയാ. അപ്പിയുടെ കുടിയാ? എടാ അപ്പി അവൻ അപ്പിട്ടില്ലേ, അവൻ അത് തന്നെ എടുത്തു കുടിച്ചിട്ട് വീണ്ടും അത് തന്നെ അപ്പിടും. ഓ പൈസ അങ്ങനെയെന്നല്ലേ കൊച്ചെറുക്കാ? നീ അങ്ങനെയെന്നാ? അല്ലടാ, കോട്ടമാരുടെ ബസ് അവനെ ഇറക്കി വിട്ടാലോ? കോട്ടമാരുടെ ബസ് വന്നവൻ അല്ലണ്ണാ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ണാ സോറി അണ്ണാ, ഏവിച്ചേട്ടാ സോറി. കിടിലം പാട്ടായിരുന്നു ഏവിച്ചേട്ടാ. എടാ അതെന്താന്നറിയാം, എനിക്കൊന്ന് വെട്ടി പിടിച്ച് കയറിയതാണ്. കുറച്ച് വെള്ളം കുടിച്ചപ്പോ ശരിയായി. ഓക്കെ, അതൊക്കെ വിട്. ഇനി നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത് കേട്ടാ മോനുസേ. ഏവിച്ചേട്ടന് വിഷമോ? ആണ്ണാ, ഇനി അങ്ങനെയൊന്നും പറയൂല. അണ്ണൻ എന്നെ ബസ്സിന്റെ പുറത്താട്ടാക്കാണ്ടിരുന്നാ മതി. ഇനി അങ്ങനെയൊന്നും നോക്കൂലടാ. അപ്പോൾ ഗൈസ്, എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലീസുകാരൻ പോലെ തെറിച്ചു പോയാന്. ആർക്കും അപ്പം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നാൻ. അതൊന്നും മൈൻഡാക്കണ്ട. ഇപ്പം നമുക്ക് നേരെ പോകാം. ചെയ്യാനേ പാട്ടൊക്കെ പാട്ട് വെക്കണ ഇനി? എടാ കുട്ടന്മാരെ, നിനക്ക് പാട്ട് വെക്കണ ഇനി? വേണ്ടണ്ണാ, എവിടെ പാട്ട് കേട്ടിട്ട് ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഓ മറ്റേ സ്പീക്കറിലെ പാട്ടാണോ അണ്ണാ? അതാണെങ്കിൽ ഇത്തിരി കൂടി സഹിക്കാൻ പറ്റുമണ്ണ. ഏവിച്ചേട്ടന്റെ പാട്ട് അതൊട്ടും സഹിക്കാൻ പറ്റൂല. വേണ്ട വെക്കണ്ട, ഇവന് സഹിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് വേണ്ട വെക്കണ്ട മാച്ച്. അല്ല, സ്പീക്കറിൽ വെക്കാനുള്ളതാണെങ്കിൽ വെച്ചോ.
അപ്പൊ ഗൈസ് ഇനിയിപ്പോ സഞ്ചേഴ്സിനെ ഇവിടെ ഇറക്കണം അല്ലേ ആ ചെയ്യാൻ? അവനക്ക് പാട്ട് വെക്കാൻ പറ്റിയില്ല, പാടില്ല. പൊട്ടച്ചക്കൻ്റെ കൂടെ ആവും. അങ്ങനെ ഗൈസ് ഇനി നമ്മ അടുത്ത സ്ഥലത്ത് ഇത് കുറച്ച് സ്ഥലം ഉണ്ട് ഗൈസ്. ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് അച്ഛൻ തോന്നുന്നു. അവരെവിടെയാണ്? ഞാൻ ബസ് തന്നെ ഇരിക്കണല്ലോ. ആ നീ വന്നില്ലല്ലോ. ഇല്ല, ഇല്ല വാ എൻ്റെ ഒപ്പം വാ, എന്നാലും മഴയത്തൊന്നും നനഞ്ഞിട്ടൊക്കെ വരാം. ഞാൻ മര്യാദക്ക് വന്നെ പറയാം, കൈ പിടിച്ചിട്ടുണ്ട് വാ. ആ ശരി. ഇതവിടെ ഇതെന്താണ്ട സ്ഥലം? ഓഡീഷനൊക്കെ തോന്നുന്നു ഇവിടെ. ഇവിടെ പുറകെ പോയിക്കോ. ഈ വയസ്സായ അമ്മൂമ്മ ഒരു ഓഡീഷൻ കാണേ. ഒന്ന് ആരാണോ എൻ്റെ വയസ്സായ അമ്മൂമ്മ? ആരാടാ? അതെന്താടാ അമ്മൂമ്മ അങ്ങനെയൊക്കെ വന്ന് ചെയ്യാനേ? ഇവരിത് തുടങ്ങല്ലോ. ഇവരിത് കാണാനാണോ ഈ കാണുന്ന ഈ ബിൽഡിങ് മാത്രം? ഇവിടെ എന്തൊരു ഓഡീഷനൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. കഴിഞ്ഞു എന്ന് തോന്നുന്നു നമ്മ വന്നപ്പോൾ. അതേ ഇത് കണ്ട സ്റ്റേജിലൊക്കെ ഇതൊക്കെ കറക്റ്റനാച്ചാന്ന് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഇത് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ ഈ വീഡിയോ നമുക്ക് ദൂരെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം. അത് തന്നെ ഗൈസ് മൈൻഡപ്പാ. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ഈ ബസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതന്നെ ഗൈസ് ഇനി നമുക്ക് ഇനി ഇവരെ കൊണ്ട് തിരിച്ച് കോളേജിലോട്ടാക്കിയാൽ മതി. അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ അവരോടെ. ഓക്കെ ബൈ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.